നമസ്കാരം. മാർച്ച് 16 ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 2-ാം ദിവസമാകുന്നു. ഇന്നേ ദിവസം പ്രധാനപ്പെട്ടതായ ജ്യോതിഷപരമായ പ്രതിഭാസം അത്ഭുതം സംഭവിക്കുന്നതാണ്. സൂര്യനും ബുധനും മീനം രാശിയിൽ സംയോജിച്ച് ബുധാദിത്യ യോഗം രൂപം കൊള്ളുന്നതാണ്. ഇതോടൊപ്പം ചന്ദ്രൻ കന്നി രാശിയിലേക്ക് മാറുകയും ചെയ്യും. ചന്ദ്രന്റെ അത്തം നക്ഷത്രത്തിൽ നിന്നും ചിത്തിര നക്ഷത്രത്തിലേക്കുള്ള മാറ്റവും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. പ്രധാനമായും ഈ രാശിക്കാർക്ക് ഫലങ്ങൾ ഇരട്ടിക്കുന്നതാണ്. ഇന്നേ ദിവസം വൃദ്ധി യോഗവും രൂപം കൊള്ളുന്നുണ്ട്. ഇത് ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്നതാണ്. ഈ അനുകൂല ഗ്രഹമാറ്റങ്ങൾക്കൊപ്പം സൂര്യദേവന്റെ അനുഗ്രഹവും ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിപ്പിക്കും. ആ ഭാഗ്യരാശികളെ കുറിച്ച്, അനുകൂലമായ ഫലങ്ങൾ തേടിയെത്താവുന്ന ആ രാശിക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. ഇവർക്ക് പ്രധാനമായും മാർച്ച് 16, 17, 18, 19 എന്നീ ദിവസങ്ങളിൽ ഭാഗ്യം ഇരട്ടിക്കുന്ന ദിവസങ്ങളാകുന്നു. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ വളരെയധികം സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ ദിവസങ്ങളായി തന്നെ ഈ ദിവസങ്ങൾ മാറാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. വ്യാപാരികൾക്കും അനുകൂലമായ ഫലങ്ങൾ, കരാറുമായി ബന്ധപ്പെട്ട് ലാഭകരമായ കാര്യങ്ങൾ, സംതൃപ്തി മനസ്സിന് നൽകുവാൻ സാധിക്കുന്നതായ പ്രവൃത്തികൾ ചെയ്യുക, സമ്പത്തിന് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക, കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം സ്നേഹപൂർണമായ അന്തരീക്ഷം കുടുംബത്തിൽ വർദ്ധിക്കുന്നതിനോടൊപ്പം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ്. പ്രണയ സാഫല്യം വന്ന് ചേരാവുന്ന ദിവസങ്ങൾ കൂടിയാകുന്നു. ഭാഗ്യം കടാക്ഷിക്കുന്നതായ ദിവസങ്ങളാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഇത്തരം കാര്യങ്ങൾ പ്രതിഫലിക്കും എന്നതാണ് വാസ്തവം. പലപ്പോഴും നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ നടക്കുകയോ അത്തരത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഈ ദിവസങ്ങളിൽ വന്നു ചേരുക. അറിവ് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. സമൃദ്ധി നൽകുന്നതായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുകയോ ധനപരമായ കാര്യങ്ങൾക്ക് അനുകൂലമാകുന്ന ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതായ ധനം വായ്പയായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം തടസ്സങ്ങൾ കൂടാതെ കൈകളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള ആലോചനകളുണ്ട് എങ്കിൽ അത് അനുകൂലമായി തീരാവുന്നതുമാണ്. കുടുംബജീവിതം സമാധാനപൂർണമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. വീട്ടിൽ നിന്നും ശുഭവാർത്തകൾ തേടിയെത്താം, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിക്കാവുന്നതാണ്. പുതിയ വാഹനം, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം ഉയരുക, ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കുക, അനുകൂലമായ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ദിവസമായി തന്നെ മാറും എന്ന കാര്യം ഓർക്കുക. പരിശ്രമങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കും.
ജോലിയുമായി ബന്ധപ്പെട്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവസരങ്ങൾ ഫലപ്രദമായി തന്നെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പാലിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും അവസരങ്ങൾ നഷ്ടമായി പോയി എന്ന വിഷമം നിങ്ങൾക്കുണ്ട്. അത്തരം ചില കാര്യങ്ങൾ അവസരങ്ങൾ വീണ്ടും നിങ്ങളെ തേടിയെത്താം. പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഗുണകരമായ കാര്യങ്ങൾ വർദ്ധിക്കാവുന്നതായ സമയമാണ്. പ്രണയ സാഫല്യം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിവാഹവുമായി ബന്ധപ്പെട്ട് പരസ്പരം പിന്തുണ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിവാഹ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം ധനം പല കാര്യങ്ങളിലൂടെയും കടന്നു വരാം. ബിസിനസ് പരമായോ അല്ലാതെയോ നിങ്ങളെ തേടിയെത്താം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വായ്പയായോ അല്ലെങ്കിൽ താൽക്കാലികമായി ലഭിക്കുന്നതായ സഹായമായാണ് എങ്കിലും കൈകളിലേക്ക് വന്നു ചേരാം. ആവശ്യങ്ങൾ നിവർത്തിക്കുവാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് മുൻപിലുള്ളത്. പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാം. ഉത്തരവാദിത്തങ്ങൾ പുതിയത് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് ശരിയായ രീതിയിൽ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വാധീനം ചെലുത്തുവാനുള്ള അവസരങ്ങൾ കടന്നു വരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. എന്നാൽ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. പ്രണയ സാഫല്യം നേടിയെടുക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം നിലനിൽക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. യാത്രകൾ പലതും ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുക. ഭാഗ്യം അനുകൂലമാവുക. ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തുക. ആവശ്യങ്ങൾക്കുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില വിഷമങ്ങൾ ഒഴിവാക്കുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങളാണ് ഈ 4 ദിവസങ്ങളിൽ പ്രധാനമായും ജീവിതത്തിലേക്ക് കടന്നു വരിക. ആത്മവിശ്വാസം നിങ്ങൾക്കുയരും. ഈ സമയം വെല്ലുവിളികളെ ഫലപ്രദമായി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. പല വ്യക്തികളുടെയും പിന്തുണ ആർജിച്ചെടുക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് പോലും അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ദീർഘകാലമായുള്ള പദ്ധതികളിൽ നിക്ഷേപം നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തടസ്സപ്പെട്ടതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കുവാനും ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനും സാധിക്കുന്നതായ സമയമാകുന്നു. ചില വ്യക്തികൾ മൂലം വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങളെ ഫലപ്രദമായി തരണം ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് കൺമുൻപിലുള്ളത്. ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് ചില തടസ്സങ്ങൾ വന്നു ചേരാം. എന്നാൽ അത് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിലുള്ള ചിന്തകളും പ്രവൃത്തികളും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരും. 4 ദിവസങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസങ്ങളായി തന്നെ മാറും.